ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം തണുത്ത നിലയിലാണ് എന്ന വിമർശനങ്ങൾക്കിടയിൽ ഹൈക്കോടതിയും അന്വേഷണ സംഘവും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. കേസിലെ മുഖ്യപ്രതി എ പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് ജനുവരി 6 മാറ്റിയതോടെ അന്വേഷണത്തിന് പുതിയ ദിശ ലഭിച്ചിരിക്കുകയാണ്. കേസിന്റെ രാഷ്ട്രീയവും ഭരണപരവുമായ പശ്ചാത്തലത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും SITയുടെ ചോദ്യം ചെയ്യലിന് വിധേയരായി. 2019 ദേവസ്വം ബോർഡ് നടപടികളുമായി ബന്ധപ്പെട്ട മന്ത്രിക്ക് അറിവുണ്ടായിരുന്നോ എന്നതാണ് അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. തന്ത്രിയുടെ കത്ത്, ദേവസ്വം ബോർഡിന്റെ റിവ്യൂ, മാനദണ്ഡ ലംഘനങ്ങൾ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചോദ്യം ചെയ്യൽ. സ്വർണ്ണപ്പാളികൾ എവിടേക്ക് പോയി എന്നതിൽ വ്യക്തതയില്ല. തൊണ്ടിമുതലുകൾ കണ്ടെത്താനായിട്ടില്ല. മാസ്റ്റർ മൈൻഡായ എ പത്മകുമാറിന്റെ പങ്ക് സംബന്ധിച്ചും വിദേശ വ്യവസായിയുടെ മൊഴിയും പുതിയ കഥാപാത്രങ്ങളായ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരുടെയും പങ്ക് സംബന്ധിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതും പരിശോധിക്കപ്പെടുന്നു. മുൻ മന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ വൈകിയതും PS പ്രശാന്തിന്റെ പ്രതികരണം ലഭിക്കാത്തതും രാഷ്ട്രീയ തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് സൂചനകൾ ലഭ്യമാണ്.